സുബ്ഹാനഹു വ തആല നമ്മുടെ നമസ്കാരം സ്വീകരിക്കുമാറാവട്ടെ. രോഗങ്ങൾ പ്രയാസങ്ങളെല്ലാം മാറ്റിത്തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും സ്വർഗ്ഗവും പ്രദാനം ചെയ്യുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന് മരണം വരെ അല്ലാഹു കാവൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മയ്യിത്തിനെ ഖബറടക്കി കഴിഞ്ഞാൽ ഖബറിനരികിൽ നിൽക്കുകയും ഇപ്രകാരം അരുളുകയും ചെയ്തിരുന്നു, ഇസ്തഗ്ഫിറൂ ലി അഖീകും, നിങ്ങൾ നിങ്ങളുടെ സഹോദരന് വേണ്ടി അല്ലാഹുവിനോട് പാപമോചനം തേടുക. വസ്അലൂ ലഹു ബിത്തസ്ബീത്, അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി അടിയുറപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ ചോദിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഖബറിൽ കഴിയുന്ന മനുഷ്യന്മാരുടെ അവസ്ഥ ഹദീസിൽ വരുന്നത് വെള്ളത്തിലകപ്പെട്ടുപോയ ആളുകളെ പോലെയാണ്. വെള്ളത്തിലകപ്പെട്ടുപോയ ആളുകളെ പോലെയാണ് ഖബറിൽ കഴിയുന്ന ആളുകൾ. പ്രത്യേകിച്ച് നീന്തുകൂടെ അറിയാൻ പാടില്ല, നമുക്കറിയാം. വെള്ളത്തിൽ വീണുപോയ ആളുകൾക്ക് അറിയാൻ പറ്റും. എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നതിന് വേണ്ടി കൈകാലുകൾ അടിച്ച് കൈപൊക്കി വെള്ളം കുടിച്ച് മുങ്ങിൽ താഴുന്ന ഒരവസ്ഥ നമ്മൾക്ക് അനുഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടത് പറയേണ്ട ആവശ്യം. അതുപോലെയാണ് അവർക്കൊരു എന്തെങ്കിലും ഒരു പിടിപൊടി കിട്ടിയാൽ അതിനെ പിടിച്ച് രക്ഷപ്പെടുന്നതിന് വേണ്ടി അവർ ശ്രമിക്കും. ഇതുപോലെയാണ് അവർ കഴിയുന്ന ആളുകൾ. അപ്പൊ നമ്മൾ ചൊല്ലുന്നത് അവർക്ക് വേണ്ടി ചെയ്യുന്നതൊക്കെ അവർക്ക് വലിയ ആശ്വാസമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പരിശുദ്ധമായ ഖുർആൻ ശരീഫ് പോലും നമ്മളെ പഠിപ്പിക്കുന്നു. റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. ഇത് മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടിയുള്ള ദുആയാണ്. റബ്ബന ഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ, വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, സത്യവിശ്വാസികളായിക്കൊണ്ട് ഞങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞുപോയവർ അവർക്കും നീ പുറത്തു കൊടുക്കണമേ എന്ന് ദുആ ചെയ്യാൻ പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോ ഈ നിലയിലെല്ലാം വളരെ അത്യാവശ്യമായ ദുആയും നമ്മുടെ പിന്തുണയും ഏറ്റവും കൂടുതൽ ആവശ്യമായ ഒരു സമയമാണ് ഖബറിൽ കിടക്കുന്ന മയ്യിത്തുകൾ, മരണപ്പെട്ടു പോയ ആളുകൾ എന്ന് പറയുന്നത്. അവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് പ്രദാനിക്കുമാറാവട്ടെ. അവർക്ക് വേണ്ടി നമുക്ക് എപ്പോഴും ദുആ ചെയ്യണം. ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നമുക്ക് മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുള്ള അവരുടെ ഖബറുകളെല്ലാം സ്വർഗ്ഗഭോഗമാക്കി കൊടുക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.